ദേഷ്യം പാർട്ട് 2 വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അതുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എൻ്റെ നേച്ചറും ദേഷ്യപ്പെടുന്ന ഒരു നേച്ചറായിരുന്നു. അപ്പോൾ ഞാൻ ഇതെങ്ങനെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചു എന്നുള്ളത് വരുമ്പോൾ ഞാൻ ആദ്യമേ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എൻ്റെ ഒരു കുട്ടിക്കാലം വെച്ചിട്ട് തുടങ്ങാം. അല്ലേ, നമ്മളുടെ ചിലപ്പോൾ ജീനിലുണ്ടാവാം, പാരൻസിൻ്റെ ഇതും നമ്മളെ എഫക്റ്റ് ചെയ്യാറുണ്ട്. അല്ലേ, അച്ഛനും അത്യാവശ്യം കുറച്ചൊക്കെ ദേഷ്യം വരുന്ന ഒരാളാണ്. ദേഷ്യം വന്നാൽ മാത്രം പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും, അതേപോലെ തന്നെ ശാന്തമാവുകയും ചെയ്യും. പക്ഷെ എൻ്റെ നേച്ചർ അങ്ങനെയായിരുന്നില്ല. ഞാൻ ദേഷ്യപ്പെടുകയും പക്ഷേ ശാന്തം ആവുമായിരിക്കാം, പക്ഷെ ഞാൻ ഒരു കോൾഡ് വാർ പോലെയാണ്. വെച്ചാൽ ഞാൻ സംസാരിക്കില്ല ആ വ്യക്തിയോട്. അതൊരു തരത്തിൽ കുറച്ചൊക്കെ നല്ലതാണ്, അല്ലെ? നമ്മൾ പൊട്ടിത്തെറിച്ച് ചിലപ്പോൾ ആ ഒരു ഇമ്പാക്റ്റിൽ എന്തെങ്കിലും ചെയ്യുന്നതിനേക്കാളും ഇത്തിരിയും കൂടി ബെറ്ററാണ്. പക്ഷെ അതും നല്ലതല്ല, അല്ലെ? നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നതിലും ഭേദം നമ്മൾ പ്രകടിപ്പിക്കുന്നതുമാണ്. അങ്ങനെ 2 തരം വാദങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. ചെല്ലിനെ പോലത്തെ ഒരാൾക്ക് ഞാൻ നല്ലൊരു തീരുമാനം എടുക്കുന്നത് എനിക്ക് കുറച്ച് സമയം എടുക്കുമ്പോഴാണ്. അച്ഛന് പക്ഷെ അങ്ങനെ ആയിരിക്കില്ല. അത് പറഞ്ഞു, അത് കഴിഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ഒരു ജീൻ എനിക്കും ഉണ്ടായിരുന്നു. പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളായിരുന്നു. അറ്റ്ലീസ്റ്റ് ഒരു കോളേജിൻ്റെ ഒരു മിഡ് വരെ. എന്താ ഉണ്ടാവുക, അതെൻ്റെ കുറേ കാര്യങ്ങളെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നെ അറിയാവുന്നവർ ചിലപ്പോൾ പറയാറുണ്ട്, അവൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളാണ്. നമ്മളോട് ആളുകൾ അടുക്കുമ്പോഴും അവർ അങ്ങനത്തെ ജഡ്ജ്മെന്റൽ ആവാറുണ്ട്. ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ കോളേജൊക്കെ എത്തി എനിക്ക് തന്നെ തോന്നി, എല്ലാത്തിനും എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതം പഠിപ്പിക്കും, അല്ലേ? അങ്ങനത്തെ ഒരു ഏറ്റവും നല്ലൊരു പാഠശാലയാണ് നമ്മുടെ കലാലയ ജീവിതം, സ്കൂൾ ജീവിതം, അങ്ങനത്തുള്ള കാര്യങ്ങൾ. അതിൽ നിന്ന് ഞാൻ കുറേ പാഠങ്ങൾ പഠിച്ചു. ആ പാഠങ്ങൾ ഞാൻ എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ എടുക്കാൻ പറ്റിയതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയമായിട്ട് കാണുന്നത്. അപ്പോൾ അതിലൊരു എണ്ണമായിരുന്നു ഇങ്ങനെ കുറച്ചൊക്കെ നമ്മൾ വിട്ടുകളയുക. അനാവശ്യമായിട്ട് എന്തിനാ ദേഷ്യപ്പെട്ട് ആരോഗ്യം കളയുന്നത്? അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഞാൻ എന്നെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ മനസ്സിനെ ഞാൻ നിയന്ത്രിക്കുന്നത് എന്ന് ഈ ഒരു കോട്ട് പറഞ്ഞിട്ടാണ്. ദേഷ്യം വന്നാൽ ഞാൻ മുഖത്തൊക്കെ ചുളിവ് കൂടും. അത് എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ദേഷ്യപ്പെടുന്നത് ഞാൻ കുറയ്ക്കാൻ പഠിച്ചു. പിന്നെ അതെൻ്റെ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്നു എന്ന് കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായത് എനിക്ക് നിയന്ത്രിക്കണം, എനിക്കിത് നിയന്ത്രിക്കാൻ പറ്റുന്നതാണ്. അതിൽ എന്നെ കുറേ പേര് സഹായിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഈ സഹായം എന്ന് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ അവർ പറയുന്ന വാക്കുകളിൽ ആവാം, അല്ലെങ്കിൽ അവരുടെ ഉപദേശങ്ങളാവാം, അല്ലെങ്കിൽ അവർ നമ്മളോട് ബിഹേവ് ചെയ്യുന്നതാവാം, അല്ലെ? നമ്മൾ ചിലപ്പോൾ ദേഷ്യപ്പെടുമ്പോൾ ഒരാൾ ദേഷ്യപ്പെടാണ്ടിരിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും? അങ്ങനെ പല കാര്യങ്ങളാവാം. അപ്പോൾ എനിക്ക് അത് മനസ്സിലാക്കി ഞാനത് ഉൾക്കൊണ്ട് ഞാനത് ചേഞ്ച് ചെയ്യാൻ പറ്റും, എനിക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ദേഷ്യപ്പെടുന്നത് വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് തന്നെ ഒരു തിരിച്ചറിവ് ഉണ്ടാവുമ്പോൾ നമുക്ക് ഇതിനെ മാറ്റാൻ പറ്റുന്നതാണ്, നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലെ? ഒരു കൗൺസിലറായ ആൾക്ക് ദേഷ്യം വരാം, അല്ലെ? അപ്പോൾ പിന്നെ സാധാരണമായിട്ടുള്ള ഒരാൾക്ക് എങ്ങനെ വരാണ്ടിരിക്കും, അല്ലെങ്കിൽ എങ്ങനെ കൺട്രോൾ ചെയ്യും? അപ്പോൾ എല്ലാവർക്കും ഇതൊരു സർവ്വസാധാരണമായിട്ടുള്ള അതാണ്, അല്ലെ? എല്ലാ ഡോക്ടേഴ്സും അല്ലെങ്കിൽ എല്ലാ കൗൺസിലേഴ്സും സൈക്കോളജിസ്റ്റും എല്ലാവരും മനുഷ്യന്മാരാണ്. ആരും യോഗികളോ അല്ലെങ്കിൽ ദൈവമോ അല്ല. യോഗി എന്ന് പറയുമ്പോൾ, അല്ലെ, അവര് അതിൽ ലിബറേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അത് എല്ലാ മതത്തിലും അങ്ങനത്തെ ആളുകൾ ഉണ്ടാവും. ഒരു ഹയർ എൻലൈറ്റ്മെന്റ് കിട്ടിയവരാണ്. ഇപ്പോൾ ഒരു ചെറിയ കാര്യം പറയുകയാണെങ്കിൽ ചിലപ്പോൾ സ്വാമി വിവേകാനന്ദനോ ബുദ്ധനോ അങ്ങനത്തെ ഉള്ള ആളുകൾക്കൊക്കെ നമുക്ക് പറയില്ലേ, ഒരു എൻലൈറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ലിബറേഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനത്തെയുള്ള ആളുകൾക്ക് അത് പറ്റും. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ദേഷ്യം വരുന്നതിന് നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട, അത് നമ്മുടെ ഒരു റിയാക്ഷനാണ്. പക്ഷെ ആ റിയാക്ഷൻ എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നു എന്ന് ചിന്തിച്ച് അതിന്റെ ഇമ്പാക്റ്റ് നമ്മൾ കുറയ്ക്കാൻ ശ്രമിക്കേണ്ടതാണ്. അപ്പൊ നേച്ചറുള്ള ആളുകൾക്കും ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാൻ പറ്റും എന്ന് വേണമെങ്കിൽ ബെറ്റർ ആയിട്ട് നമുക്ക് പറയാം. അതിനർത്ഥം നിങ്ങൾ വേറൊരാളായിട്ട് പുനർജനിക്കുമെന്നോ അല്ലെങ്കിൽ വേറൊരാളായിട്ട് മാറുമോ എന്നല്ല.
നിങ്ങൾക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അതെങ്ങനെ നിങ്ങൾ പറയണം, അല്ലെങ്കിൽ ദേഷ്യം വരുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ളതിലൊക്കെ നമുക്ക് മാറ്റം വരും. മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കും, വേറൊരാൾക്കും അത് സാധിക്കില്ല. അല്ലെ, ഒരു കൗൺസിലർക്കോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനോ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്നു, അല്ലെങ്കിൽ അതെങ്ങനെ കൺട്രോൾ ചെയ്യാം പഠിപ്പിക്കാനേ, ഒരു വഴി കാണിച്ചു തരാനേ അവർക്ക് പറ്റുള്ളൂ. ചെയ്യേണ്ട ജോലി അത് നിങ്ങളുടെയാണ്. അത് ഈവൻ ദൈവമായാൽ കൂടിയും നമുക്ക് അദ്ദേഹം വഴി കാണിച്ചു തരും. അവിടെ പോയി ചെല്ലേണ്ടത് അല്ലെങ്കിൽ അത് ചെയ്യേണ്ട കടമ നമ്മുടെ ഉത്തരവാദിത്വമാണ്. അവിടെയുണ്ട്, നമ്മൾ പറയില്ലേ, അന്വേഷിക്കൂ കണ്ടെത്തൂ. അപ്പോൾ ചിലപ്പോൾ അദ്ദേഹം അവിടെ കാണിച്ചു തരുമായിരിക്കും, അവിടെ ഉണ്ട് എന്നുള്ളൊരു ക്ലൂ തരുമായിരിക്കും. അല്ല, അത് അന്വേഷിച്ച് പോകേണ്ടത് നമ്മുടെ കടമയാണ്. നമുക്ക് ഉള്ളിൽ തോന്നണം, അല്ലെ, നമുക്ക് ഒരാളെ പിടിച്ച് മാറ്റാൻ പറ്റുന്നതല്ല, അവർക്ക് സ്വയം തോന്നണം മറ്റൊരാൾക്ക് ഇതുകൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. ഈ ബുദ്ധിമുട്ടുകൾ നമുക്ക് മനസ്സിലാവുമ്പോൾ നമ്മൾ സ്വയം മാറാൻ ശ്രമിക്കും. അത് ചിലപ്പോൾ ഏറ്റവും വേണ്ടപ്പെട്ടവരാവുകയാണെങ്കിൽ തീർച്ചയായും ചിലർ സ്വാഭാവികമായിട്ട് മാറും. ഇപ്പം നേച്ചറുള്ള ആളുകൾ ഒരു ജോലിക്ക് പോകുമ്പോൾ എന്തായിരിക്കും, അവിടെ ചെന്ന് നമുക്ക് ബോസിനോട് ദേഷ്യപ്പെടാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവരോട് കാണിക്കാൻ പറ്റില്ല. അപ്പൊ എനിക്കിത് കൺട്രോളബിൾ ആണ്. അവരെന്താ ചിലപ്പോൾ നേരെ തിരിച്ചായിരിക്കും ചെയ്യുക. വീട്ടിൽ ചെന്നിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ ചിലപ്പോൾ പുറമേ ഉള്ള ഏതെങ്കിലും ഒരാളോടോ വ്യക്തിയോടായിരിക്കാം, അല്ലെ, ചിലപ്പോൾ ഒരു സാധനം മേടിക്കാൻ പോകുമ്പോൾ ഒരു കടക്കാരനോടായിരിക്കാം അത് ചിലപ്പോൾ തീർക്കുക. അങ്ങനെയുള്ളവരുണ്ട്. അപ്പോൾ വ്യക്തികൾ പലതരം ഉണ്ട്. അപ്പൊ ഈ എക്സാമ്പിൾ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കുറച്ച് സമയം എടുക്കും. അത്രയും ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു ദേഷ്യപ്പെടുന്ന ഒരാളാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ദേഷ്യത്തിന് ഒരു മെഷർ ചെയ്യുകയാണെങ്കിൽ 0 to 10 അത് അവനവൻ തന്നെയാണ് മെഷർ ചെയ്യേണ്ടത്, അല്ലെ? ചിലവർക്ക് ഡിസ്ട്രക്റ്റീവ് നേച്ചർ ആയിട്ടുള്ള ആളുകളുണ്ട്. അബ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം എടുത്ത് പൊട്ടിക്കുക, ഫുൾ ഡിസ്ട്രക്ഷൻ, അങ്ങനെയുള്ള ഒരു ഹൈ എൻഡ് ആയിരിക്കും. പക്ഷെ ഒരു ആള്, നമ്മളിപ്പം കുട്ടികളെ വഴക്ക് പറയുന്നു, ചിലപ്പോൾ അത് എടാ എന്ന് ഒരൊച്ചത്തിലൊരു സൗണ്ട് ആയിരിക്കാം, അത് ആ കുട്ടിക്ക് അത് ചിലപ്പോൾ വിഷമമായിരിക്കും. അപ്പൊ അത് നമ്മുടെ ദേഷ്യമാണ്, അല്ലെ? അത് ചിലപ്പോൾ ഒരു 1 അല്ലെങ്കിൽ 0.5 ആയിരിക്കാം. അപ്പൊ നമ്മൾ അതിന്റെ ഇന്റൻസിറ്റി അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ റിയാക്ഷനും വരിക. ആ ഇന്റൻസിറ്റി അനുസരിച്ചിട്ട് തന്നെയാണ് മറ്റുള്ളവർക്കും അത് എഫക്ട് ചെയ്യുക. അപ്പോ ഇതുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമാണ്, നമുക്ക് നമ്മുടെ ബിഹേവിയറിനെ മോഡിഫൈ ചെയ്യാൻ പറ്റും. ലീവ് മൈൻഡ്ഫുള്ളി, ടേക്ക് കെയർ, ബൈ ബൈ.